ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ആയ പാകിസ്ഥാനി ചിക്കൻ കറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കാദ്യം അരക്കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും, 1 സ്പൂൺ തൈരും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നമ്മുടെ ഈ ചിക്കൻ നന്നായി ഡ്രൈ ആയി വന്നത് നന്നായി മസാല പുരട്ടി ഒരു അരമണിക്കൂർ സമയം മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ അധികം മൊരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റാക്കി വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുത്ത ചിക്കൻ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതല്ലെങ്കിൽ അതേ പാനിൽ തന്നെ നമുക്ക് ആ ഓയിലും ബാക്കിയുള്ള തികയാത്ത ഓയിലും കൂടെ ചേർത്ത് 2 സവാള നന്നായി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വാടി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്ന സമയം നമുക്കിതിലേക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനോടുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1.5 ടേബിൾ ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും 2 ടേബിൾ ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ സവാളയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് വലിയ 2 തക്കാളി നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ആദ്യം ഇത് ചേർത്തിട്ട് ഈ മുളക് പൊടിയുടെ ആ ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മസാല മൂത്ത് വരുന്ന മണം വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മിക്സിയുടെ അരവ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വല്ലാതെ പേസ്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ഈ ഒരു മസാലയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ തെളിയുന്ന വരെ നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം 1 ടീസ്പൂണും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ 1 ടീസ്പൂണ് സോഫ്റ്റ് ആവാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും 1 ടീസ്പൂണ് നമ്മൾ സോഫ്റ്റ് ആവാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ മിൽമയുടെ നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ ഈ മസാലയിലായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് ആ ചിക്കനിൽ ഈ മസാല നന്നായി പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ മാറ്റി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. ഈ മസാലയിലെല്ലാം ചിക്കൻ നന്നായി ഒന്ന് പുരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായി ചൂടായി വന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാല എല്ലാം ഇതുപോലെ ഇളക്കി പാകാക്കിയെടുക്കാം. ഏകദേശം നമുക്കറിയാമല്ലോ നമ്മുടെ കറിക്ക് ഇത്ര ഗ്രേവി വേണമെന്ന്. അത് കണക്കാക്കിയിട്ടുള്ള ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് സമയം ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കിതിലേക്ക് വേണ്ട കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയിലൊക്കെ ചിക്കനും മസാലയും കൂടെ നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ കലങ്ങി പോകുക അങ്ങനെയൊന്നും നമ്മൾ ഈ പൊരിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ സംഭവിക്കില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പകരം നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി തേങ്ങാപ്പാൽ അധികം തിളച്ച് പോകാത്ത രീതിയിൽ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം.
അപ്പോൾ നമ്മുടെ കയ്യിൽ കസ്തൂരി മേത്തി നിങ്ങൾ അല്പം ചേർത്ത് കൊടുക്കുക. പക്ഷേ മല്ലിയില ആണ് നമുക്കിതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റോട് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പത്തിരിക്കോ ദോശക്കോ വെള്ളപ്പത്തിനോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരാം.